ഇറാനെതിരായ സൈനിക ആക്രമണങ്ങൾ യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ പുതിയ പ്രഖ്യാപനം. അമേരിക്കയ്ക്ക് ആക്രമണം നടത്താൻ പദ്ധതിയില്ല എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നു. വിവിധ വിദേശ രാജ്യങ്ങളിലെ തന്റെ സഹപ്രവർത്തകരെ ഇക്കാര്യം അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ട്രംപ് ഭരണകൂടം വലിയ വ്യോമാക്രമണങ്ങളിൽ നിന്ന് മാറി ടെഹ്റാനെതിരെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും നാവിക ഉപരോധം പോലെയുള്ള നടപടികളിലേക്കും കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഒരു തുടരാം. രഞ്ജിത്ത്, അമേരിക്കയുടെ ഒരു തീരുമാനം അത് സൈനികമായ നടപടികളിലേക്ക് പോകേണ്ടതില്ല, സാമ്പത്തിക ഉപരോധം അത് കൂടുതൽ കടുപ്പിക്കുക എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായുള്ള നടപടികൾ അത് ചില പ്രതിഫലനങ്ങൾ കൂടി കണ്ടു തുടങ്ങി എന്നത് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ റിയാൽ അത് ഡോളറുമായുള്ള ഈ വിനിമയ നിരക്ക് നോക്കുമ്പോൾ ഗണ്യമായി വീണ്ടും അതിൻ്റെ മൂല്യം ഇടിയുന്നു എന്നത് തന്നെയാണ്. ഇത് തന്നെയാണ് അമേരിക്ക പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്, ഇറാനെ സാമ്പത്തികമായി കൂടുതൽ പ്രതിരോധത്തിലാക്കുക. അതിനിടയിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ചില സുപ്രധാനമായ നീക്കങ്ങൾ കൂടിയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒമാനുമായി നടത്തിയ ചർച്ചയാണ്. അത് ഹോർമൂസിൽ സഞ്ചാരം അത് സുഗമമായി നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഇറാൻ പറയുന്നത് അങ്ങനെ ഹോർമൂസ് തുറന്നിട്ടില്ല, ധാരണ എത്തി എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഹോർമൂസിലൂടെ സഞ്ചാരം അനുവദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന ഒരു നിലയാണ്. ഇതിനിടയിൽ ചൈന രംഗത്തെത്തിയത് കൂടി നമ്മൾ ശ്രദ്ധേയമായി കാണണം. കാരണം ഇറാന് അനുകൂലമായാണ് ഇപ്പോൾ ചൈന വളരെ പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സാമ്പത്തിക ഉപരോധം വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നൊരു സൂചനയും സന്ദേശവുമാണ് ചൈന നൽകുന്നത്. അവിടെ ട്രംപിനെ സംബന്ധിച്ച് നമ്മൾ എന്തുകൊണ്ട് ഈ യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അത് നമ്മൾ നേരത്തെയൊക്കെ തന്നെ വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ വരാൻ പോകുന്ന ഇടക്കാല ഹിതപരിശോധനയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുകൂലമല്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഇവിടെ കാണേണ്ടത്. മാർക്കോ റൂബിയോയുടെ ഈ പ്രസ്താവനയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്നില്ല, അത് സാമ്പത്തികമായി അമേരിക്കയ്ക്ക് കൂടി ദീർഘകാലാടിസ്ഥാനത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സൈനികരെയൊക്കെ സംബന്ധിച്ച് അമേരിക്കയുടെ ദേശീയ വികാരത്തോട് ചേർത്ത് നിർത്തുന്നതിൽ വലിയ പരാജയമുണ്ടായി. എബ്രഹാം ലിങ്കണിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഈ സാമ്പത്തിക ഉപരോധം എന്നുള്ള നിലയ്ക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഇപ്പോൾ യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നു തൽക്കാലത്തേക്ക് എന്ന് സഖ്യകക്ഷികളെ അമേരിക്ക അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.